സർക്കാരിൻ്റെ 4ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കേരളം പദ്ധതി പ്രകാരം ആലപ്പുഴ ജില്ലാ പോലീസിൻ്റെ സ്റ്റാളാണിത്. ഇത് ഒരു സൈഡ് നമ്മൾ ആംസ് ആൻഡ് ആമിനേഷൻ വിത്ത് ബോംബ് സ്ക്വാഡിൻ്റെ BDDSൻ്റെ സാധനങ്ങളാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പുറ സൈഡിൽ ഫോറൻസിക് ഉണ്ട്, ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, സൈബറുണ്ട്, നർക്കോട്ടിക് ഉണ്ട്. ആ വിഭാഗങ്ങളെ മൊത്തമാണ് നമ്മുടെ ഈ സ്റ്റാളിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. പോലീസ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതമായ വെപ്പണുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതായത് പിസ്റ്റൾ റിവോൾവർ, ഇതിൽ 6 റൗണ്ട് നമുക്ക് ഫില്ല് ചെയ്ത് ഒരു 50 മീറ്ററിലുള്ള റേഞ്ചിൽ ഫയർ ചെയ്യാൻ പറ്റും. ഇത് ഗ്ലോക്ക് പിസ്റ്റള് US മെയ്ഡ് വെപ്പണാണ്. ഇതിൽ 15 റൗണ്ട് ഫില്ല് ചെയ്ത് നമുക്ക് സിംഗിളായിട്ട് ഫയർ ചെയ്യാൻ പറ്റും. ഇത് പിസ്റ്റൾ ഓട്ടോ ഇന്ത്യൻ മെയ്ഡ് വെപ്പണാണ്. ഇതിൽ 13 റൗണ്ട് ഫില്ല് ചെയ്ത് മാഗസിനിൽ ഫില്ല് ചെയ്ത് നമുക്ക് സിംഗിളായിട്ട് റൗണ്ട് ഫയർ ചെയ്യാൻ പറ്റും. ഇത് മൾട്ടി ഷെൽ ലോഞ്ചർ, ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഫയർ ചെയ്യുന്ന വെപ്പണാണ്. ഇപ്പോൾ ഒരു സമരത്തിനൊക്കെ വലിയ സീരിയസ് ഇഞ്ചുറി ഇല്ലാതെ ഒരു മോബിനെ പിരിച്ചുവിടാനായിട്ട് ഉപയോഗിക്കുന്ന ടിയർ ഗ്യാസ് ഇതിൻ്റെ അകത്ത് 6 എണ്ണം ഒരുമിച്ച് നമുക്ക് ലോഡ് ചെയ്ത് സിംഗിളായിട്ട് ഫയർ ചെയ്യാൻ പറ്റും. ഇത് പമ്പ് ആക്ഷൻ ഗൺ, ഇതൊരു ഷോട്ട് ഗണ്ണാണ്. ഇതിൽ മാഗസിൻ കപ്പാസിറ്റി ഒരു 4 റൗണ്ട് സിംഗിളായിട്ട് ഫയർ ചെയ്യാൻ പറ്റും. ഇത് SMG 9mm 1 മാഗസിൻ കപ്പാസിറ്റി 34 റൗണ്ടാണ്. 9mm റൗണ്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് സിംഗിളായിട്ടും ഓട്ടോ ആയിട്ടും ഫയർ ചെയ്യാൻ പറ്റും. ഇത് AK-47 ഇന്ത്യൻ വേരിയൻ്റ് ആണ്, ടാർ എന്ന് പറയും. ട്രിച്ചി അസാൾട്ട് റൈഫിൾ. ഇതിൻ്റെ മാഗസിൻ കപ്പാസിറ്റി 30 റൗണ്ടാണ്. ഇത് നമുക്ക് സിംഗിളായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും ഫയർ ചെയ്യാൻ പറ്റും. ഇത് ഇൻസാസ് 5.56 mm ഇന്ത്യൻ മെയ്ഡ് വെപ്പണാണ്. ഇതിൻ്റെ മാഗസിൻ കപ്പാസിറ്റി 20 റൗണ്ടാണ്. ഇത് സിംഗിളായിട്ടും ഇതിൻ്റെ ഓട്ടോമാറ്റിക്കൽ വർക്ക് ചെയ്യുന്നത് TRB എന്ന് പറഞ്ഞ ഒരു മെക്കാനിസത്തിലാണ്. അതായത് ഒരു ട്രിഗർ പ്രസ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് 3 റൗണ്ട് വീതം ഫയർ ചെയ്യാം. അങ്ങനെ 3 റൗണ്ട് വീതം ഫയർ ചെയ്യാം, അല്ലാതെ സിംഗിളായിട്ട് ഫയർ ചെയ്യാം. ഇത് SLR സെമി ഓട്ടോമാറ്റിക് വെപ്പണാണ്. ഇതിൻ്റെ മാഗസിൻ കപ്പാസിറ്റി 20 റൗണ്ടാണ്. നമുക്ക് ഒരു പ്രാവശ്യം ലോഡ് ചെയ്തിട്ട് ഓരോ ട്രിഗർ പ്രസ് ചെയ്തതിനും ഓരോ റൗണ്ട് വീതം ഫയർ ചെയ്യാൻ പറ്റും. ഇത് റിവോൾവറിൽ ഉപയോഗിക്കുന്ന .380 ഇഞ്ച് അമ്മുനേഷനാണ്. ഇത് .22 റൈഫിളിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് 7.62 39 mm AK-47 ഉപയോഗിക്കുന്ന A7 എന്ന് പറയുന്ന അമ്മുനേഷനാണ്. ഇത് 9mm അമ്മുനേഷൻ, SMGയിലും പിസ്റ്റളുകളിലും ഉപയോഗിക്കുന്ന 9mm അമ്മുനേഷനാണ്. ഇത് ബ്ലാങ്ക് ആമിനേഷനാണ്, ആൻറ്റി റൈറ്റ് ഗണ്ണിലേക്ക് വരുന്ന ബ്ലാങ്ക് ആമിനേഷനാണ്. ഇത് 5.56 mm ഇൻസാസിൽ ഉപയോഗിക്കുന്ന ആമിനേഷനാണ്. ഇത് പ്ലാസ്റ്റിക് പെല്ലറ്റാണ്, ആൻറ്റി റൈറ്റ് ഗണ്ണിൽ ഉപയോഗിക്കുന്ന. ഇത് പമ്പാഷൻ ഗണ്ണിൽ ഉപയോഗിക്കുന്ന 12 ബോർ കാട്രിഡ്ജാണ്. ഇത് പ്ലാസ്റ്റിക് ബുള്ളറ്റാണ്, .303 ഇഞ്ച്. ഇതാണ് SLRൽ ഉപയോഗിക്കുന്ന 7.62 × 51 mm ആമിനേഷൻ M80. സ്മോക്ക് ഗ്രനേഡ് നമ്മൾ ത്രോ ചെയ്യുന്ന ഇതാണ്. ഇതിൻ്റെ സെയിം കണ്ടന്റ് തന്നെയാണ് നമ്മൾ വെപ്പണിൽ വെച്ച് കൂടുതൽ ദൂരം ഫയർ ചെയ്യുന്നതിനാണ് ഷെല്ലുകൾ ഉപയോഗിക്കുന്നത്. ഇത് റബ്ബർ ബുള്ളറ്റ്. എൻ്റെ പേര് ജോഷി ജെയിംസ്, ആലപ്പുഴ ജില്ലാ ബോംബ് സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ സ്റ്റാളിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോംബ് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളാണ്. ഇത് മൊത്തത്തിൽ എക്സ്പ്ലോസീവ് ഡിറ്റക്ടർ എന്ന് പറയുമെങ്കിലും ഇത് ഫിഡോ X2 എന്ന കമ്പനിയുടെ മോഡലാണ്. ഇത് നമ്മുടെ എന്തെങ്കിലും ബാഗേജിലോ മറ്റോ ഹൈ എക്സ്പ്ലോസീവിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് സക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്നിഫർ ഡോഗ് എങ്ങനെയാണ് സ്മെല്ല് ചെയ്യുന്നത് അതേ കണക്ക് തന്നെ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ഹൈ എക്സ്പ്ലോസീവിൻ്റെ. അതനുസരിച്ച് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ഹൈ എക്സ്പ്ലോസീവാണ് ഇത് എന്ന് നമ്മളെ കാണിച്ചു തരും. പിന്നെ അടുത്തത് ഇത് HHMD. ഇത് രണ്ടും HHMD ആണ്. ഇത് 2 കമ്പനിയാണ്. ഇത് ഗോൾഡ് എന്ന കമ്പനിയുടെ, ഇത് ഗ്യാരറ്റ് എന്ന കമ്പനിയുടെ. ഇത് നമ്മുടെ ചെറിയ ബോഡി സ്കാൻ ചെയ്യാനും പിന്നെ ചെറിയ ബാഗേജുകൾ സ്കാൻ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന HHM ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ ആണ്. ഇത് DSMD നമ്മുടെ ഗ്രൗണ്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ ഡിറ്റക്ടർ തന്നെയാണ്. ഇത് ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എന്ന് സിയ കമ്പനിയുടെ ഒരു മോഡലാണിത്. ഇത് നമ്മൾ ഗ്രൗണ്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് NLJD എന്ന് പറയുന്നത് നോൺ ലീനിയർ ജംഗ്ഷൻ ഡിറ്റക്ടർ. ഇത് നമ്മൾ ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സ് ബഗ്ഗിൻ ഡിവൈസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്.
ഇതെല്ലാം ബോംബ് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പലതരത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്ന് പറയുന്ന വിങ്ങിൽ നിന്നാണ്. ഞാൻ സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ പട്ടമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാമിലെ ടോപ്പ് ഫലാഞ്ചി എന്ന് പറയും ഈ ഒരു ഏരിയയിൽ പർട്ടിക്കുലർ പാറ്റേൺസ് കാണാം. അപ്പോൾ ഇവിടെ സ്വെറ്റ് പോർട്സ് ഉണ്ട്. ആക്ച്വലി സ്വെറ്റ് പോർട്സിൻ്റെ ഇംപ്രഷനാണ് ശരിക്കും ഫിംഗർ പ്രിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്സ് ഡെവലപ്പ് ചെയ്തേക്കാണ് വൈറ്റ് പൗഡർ വെച്ച്. നമ്മൾ എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡേഴ്സ് ബ്രഷസും യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ ഒരു വൈറ്റ് സർഫസ് ആണെങ്കിൽ നമ്മൾ ബ്ലാക്ക് പൗഡറും ബ്ലാക്ക് സർഫസ് ആണെങ്കിൽ വൈറ്റ് പൗഡറും യൂസ് ചെയ്തിട്ടാണ് ഫിംഗർ പ്രിൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ഒരു മൾട്ടി കളേർഡ് സർഫസ് ആണെങ്കിൽ നമ്മൾ ഫ്ലൂറസെൻറ്റ് പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്ലൂറസെൻറ്റ് പൗഡേഴ്സ് വെച്ചിട്ട് ഫിംഗർ പ്രിൻറ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൂറസെൻറ്റ് പൗഡേഴ്സ് വെച്ച് ഡെവലപ്പ് ചെയ്ത ഫിംഗർ പ്രിൻറ്റ്സ് കാണണമെങ്കിൽ നമ്മൾ UV ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യണം. ഇത് UV ലൈറ്റ് സോഴ്സ് ആണ്. അപ്പോൾ ഇത് നേരിട്ട് നമുക്ക് നോക്കാൻ പാടില്ല, പകരം നമ്മൾ ഗോഗിൾസ് വെച്ചിട്ടേ നോക്കാവുള്ളൂ. അപ്പം നമ്മൾ ഈ ഗോഗിൾസ് വെയർ ചെയ്തതിന് ശേഷം UV ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ്സ് കാണാൻ പറ്റും. വെച്ച് നോക്കി ഇതാണ് നമ്മൾ മേജറായിട്ട് ക്രൈം സീനിൽ ചെയ്യുന്നത്.